ഒരെണ്ണം നമ്മുടെ വീഡിയോ കാണുന്ന ഒരു ഭാഗ്യശാലി കൂടെ കൊടുത്തേക്കാന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഈ ഒരു ആൻഡ്രോയിഡ് സ്ക്രീൻ കിട്ടാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മുടെ കോളേജിലേക്ക് നമ്മൾ ഒരു ആൻഡ്രോയിഡ് സ്ക്രീൻ ചെയ്യാൻ പോവാണ് കേട്ടോ. ഞാൻ എൻ്റെ വണ്ടിയിൽ ആൻഡ്രോയിഡ് സ്ക്രീൻ ചെയ്യുന്നില്ല എന്ന് നമ്മുടെ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് വണ്ടിക്ക് നിർബന്ധമാണ്. കാരണം എന്ന് വെച്ചാൽ ഇത്രയും വലിയൊരു വണ്ടി ആയതുകൊണ്ട് തന്നെ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ റിവേഴ്സിനായിട്ട് ഞാൻ പലതരത്തിലുള്ള സ്ക്രീനും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കി. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു ക്വാളിറ്റി നമ്മുടെ ആ ഒരു സ്ക്രീനൊന്നും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മുടെ വണ്ടിക്ക് ഒരു ആൻഡ്രോയിഡ് സ്ക്രീൻ ചെയ്തേക്കാന്ന്. അപ്പോൾ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയത് നമ്മുടെ കൊട്ടാരക്കരയിലുള്ള ഡെക്കറേറ്റ് കാറിൽ നമ്മുടെ സലീം റോഡ് അടുത്തു നിന്നാണ്. അപ്പോൾ പുള്ളിക്കാരൻ എനിക്ക് 2 എണ്ണമാണ് അയച്ചു തന്നത്. ഒരെണ്ണം നമ്മുടെ വീഡിയോ കാണുന്ന ഒരു ഭാഗ്യശാലി കൂടെ കൊടുത്തേക്കാന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഈ ഒരു ആൻഡ്രോയിഡ് സ്ക്രീൻ കിട്ടാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്താണ് നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷമുള്ള അഭിപ്രായം എന്നുള്ളത് വേണം നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട്. കൂടാതെ തന്നെ നമ്മുടെ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിലായിട്ട് നമ്മുടെ സലീം റോഡ് ഡെക്കറേറ്റ് കാറിൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ID നിങ്ങൾ നിർബന്ധമായിട്ടും ഫോളോ ചെയ്തിരിക്കണം. കാരണം നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് അയച്ചു തന്നത് നമ്മുടെ സലീം ബ്രോയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നേഹം എന്നുള്ളത് ആ പുള്ളിയുടെ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക. ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് വരുന്നൊരു അക്കൗണ്ടാണ് കേട്ടോ. നിങ്ങൾ വണ്ടിയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് 100% ഉപകാരപ്പെടും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മറക്കണ്ട, ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്തിരിക്കുക. കൃത്യം 1 മാസം കഴിയുമ്പോൾ നമ്മൾ അവരെ ഭാഗ്യശാലി തിരഞ്ഞെടുത്ത് ഈ ഒരു പ്രൊഡക്റ്റ്, ഈ ഒരു മുതൽ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ആൻഡ്രോയിഡ് സ്ക്രീൻ വരുന്നത്. ഇത് 1 ഇയർ വാറണ്ടി വരുന്ന ബ്ലോക്ക് ബസ്റ്റർ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ. ഈ ആൻഡ്രോയിഡ് സ്ക്രീൻ വാറണ്ടി കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. യൂസർ മാനുവലിലൂടെ കാണാൻ സാധിക്കും. ഈ കാണുന്നതാണ് നമ്മുടെ സ്ക്രീൻ. കണ്ടോ, ബ്ലോക്ക് ബസ്റ്റർ ആണ് ഈ ബ്രാൻഡിൻ്റെ പേര് വരുന്നത്. ഇതാണ് നമ്മുടെ സ്ക്രീൻ വരുന്നത്. ഇതെന്തായാലും നമുക്ക് ഇവിടെ മാറ്റി വെച്ചേക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ബ്ലോക്ക് ബസ്റ്ററിൻ്റെ തന്നെ ഒരു HD ക്യാമറ കൂടെ ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മുടെ വണ്ടിക്ക് ഇതാണല്ലോ പ്രധാനമായിട്ട് വേണ്ടത്. നമ്മുടെ റിവേഴ്സ് ക്യാമറയാണ്. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ഐറ്റം വരുന്നത്. ക്യാമറ ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ ഈ കാണുന്നത് നമ്മുടെ പാനലാണ് കേട്ടോ. ഈ ഒരു കോളിസിൽ നമ്മൾ ഈ ഒരു ആൻഡ്രോയിഡ് സ്ക്രീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന പാനലാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പാനൽ ഞാൻ വാങ്ങിയത് നമ്മുടെ രാഗം കാർ ഷോപ്പിൽ നിന്നാണ്. അപ്പോൾ അവരുടെ നമ്പർ ഞാൻ കൊടുത്തേക്കാം കേട്ടോ. അവർ വിളിച്ചിട്ട് ഇതേപോലെ കോളിസിന് സെറ്റ് ചെയ്യാനുള്ള പാനലെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് അവർ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു പയനിയറിൻ്റെ സെറ്റാണ് നമ്മുടെ വണ്ടിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പയനിയറിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒന്നുമില്ല. സംഭവം കലക്കൻ ഓഡിയോ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ പയനിയറിൻ്റെ സെറ്റിനകത്ത് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു സെറ്റ് എന്തുകൊണ്ടാണ് മാറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് സത്യം പറഞ്ഞാൽ മാറ്റണമെന്ന് ഒരു ആഗ്രഹവും ഇല്ല. പക്ഷേ ഈ ഒരു വണ്ടി നമുക്ക് റിവേഴ്സ് എടുക്കാൻ വേറൊരു ഓപ്ഷൻ ഇല്ല. അല്ലെങ്കിൽ പിന്നെ ചെയ്യേണ്ടത് ഇവിടെ നമുക്കൊരു ചെറിയ റിവേഴ്സിനായിട്ടൊരു സ്ക്രീൻ വെക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഗ്ലാസ്സിൽ ഒരു സ്ക്രീൻ വെക്കുക എന്നുള്ളതാണ്. പക്ഷേ അതെനിക്കൊരു ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. നമ്മുടെ ഈ ഒരു സ്ക്രീനിന് വേറെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ദൂരയാത്രയൊക്കെ പോകുമ്പോഴത്തേക്ക് ഗൂഗിൾ മാപ്പ് ലൊക്കേഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇടാൻ സാധിക്കും. അതേ കണക്ക് തന്നെ റിവേഴ്സ്, പ്രധാനമായിട്ട് അത് തന്നെയാണ്. റിവേഴ്സ് ഇടാൻ നേരം നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിൽ നമുക്ക് കറക്റ്റ് കാര്യങ്ങൾ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു സെറ്റ് നമ്മൾ ഊരിയെടുത്തിട്ട് ഈ ഒരു സെറ്റിൻ്റെ സ്ഥാനത്ത് കണ്ടോ ഇതേപോലെ നമുക്ക് സെറ്റ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബാക്കിലത്തെ ഈ ഒരു ക്ലിപ്പുകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഈ ഒരു പോർഷൻ നമ്മളിങ്ങ് ഊരിയെടുക്കും. ഇതിങ്ങ് ഊരിയെടുത്തിട്ടാണ് നമ്മൾ ഇതേ വെച്ചിട്ടാണ് സ്ക്രൂ ചെയ്ത് നമ്മൾ ഈ ഒരു പാനൽ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സംഭവം ചെയ്തു വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും, നല്ല ഫിനിഷിങ്ങോടെ അവിടെ നമുക്കിത് ചെയ്യാൻ സാധിക്കും. കാരണം ഇത് അതേപോലത്തെ ഒരു പാനലാണ് ഞാൻ തപ്പിപ്പോയി എടുത്തത്. നമ്മുടെ രാഗത്തിൽ പോയിട്ട് അവിടെ നിന്ന് കൃത്യമായിട്ട് അവിടെ ഒരുപാട് കളക്ഷൻസ് ഇരിപ്പുണ്ടായിരുന്നു ഈ സാധനത്തിൻ്റെ. അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ കോളിസിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് ഈ ഒരു സാധനം തപ്പിയെടുത്തതാണ്. ഇത് കറക്റ്റായിട്ട് ഇവിടെ വെച്ച് സെറ്റ് ചെയ്ത് നമുക്ക് ആൻഡ്രോയിഡ് സ്ക്രീനിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുക്കാം. കാരണം ഇത് സബിൻ്റെ സ്വിച്ചാണ് കേട്ടോ. നമ്മുടെ സബും കാര്യങ്ങളും എല്ലാം നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നേരെ ഇത് ഊരുക, ഇതിനകത്ത് വയർ കട്ട് ചെയ്യുക, നമ്മുടെ പുതിയ കപ്ലർ കണക്ട് ചെയ്യുക, സെറ്റ് ചെയ്യുക. അത്രേ ഉള്ളൂ, സിമ്പിൾ പരിപാടിയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത പരിപാടി എന്നുള്ളത് നമ്മുടെ ഈ ഒരു സിസ്റ്റം ഊരിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഊരിയെടുക്കാൻ വലിയ പാടൊന്നുമില്ല കേട്ടോ. ഞാൻ വേണ്ടിയിട്ട് താക്കോൽ നോക്കിയിട്ട് ഇത് കണ്ടോ, നമുക്ക് ഊരിയെടുക്കാൻ വലിയ പാടൊന്നുമില്ല. കണ്ടോ, ഇങ്ങനെ അങ്ങോട്ട് വലിച്ചാൽ മതി. കണ്ടോ, സിമ്പിളായിട്ട് ഇങ്ങനെ ഊരി വരും. ബാക്കിലെ കപ്ലർ ഇതേപോലെ ഊരുക. ഇത് കണ്ടോ, സിമ്പിളായിട്ട് ഊരിയെടുക്കാം. അപ്പോൾ ഈ ഒരു സെറ്റ് കൊടുക്കുന്നുണ്ടോ എന്ന് ഇനിയിപ്പോൾ ആരും ചോദിക്കണ്ട. ഇത് കൊടുക്കത്തില്ല, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സെറ്റാണ്. അപ്പോൾ ഇത് ഞാൻ എന്തായാലും നമ്മുടെ വീട്ടിൽ ഞാൻ സെറ്റ് ചെയ്യും. വീട്ടിൽ സെറ്റ് ചെയ്യാനായിട്ടുള്ള പ്ലാനുണ്ട് എനിക്ക്. അപ്പം അതിൻ്റെ വീഡിയോ എന്തായാലും പ്രതീക്ഷിക്കാം. എന്തായാലും നമ്മൾ ഈ സാധനം കൊടുക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതിവിടെ വെച്ചാൽ ഇത് കണ്ടോ, കഴിഞ്ഞ ദിവസം നമ്മുടെ അത്തറുണ്ട്, നമ്മുടെ വണ്ടിയിൽ അത്തർ ഇട്ടുകൊണ്ടിട്ടുണ്ട്. ഈ അത്തർ കണ്ടോ, ഇത് ഇവിടുന്ന് വീണ് കഴിഞ്ഞ് ഇവിടുത്തെ പെയിൻ്റൊക്കെ പോയി. കണ്ട, പെയിൻ്റ് അല്ല, ഇതേ കറ പോലെ പിടിച്ചിട്ടുണ്ട്. ഇത് കണ്ട, അതാണ് ഒരു പ്രശ്നം പറ്റിയത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വയറിങ് വരുന്നത് കേട്ടോ. നോക്കിയേ, ഇതാണ് നമ്മുടെ സംഭവങ്ങൾ വരുന്നത്. ഇതിൻ്റെ അകത്ത് വലിയ പാടൊന്നുമില്ല, കോംപ്ലിക്കേഷനോ കാര്യങ്ങളൊന്നുമില്ല, സിമ്പിൾ കേസുകെട്ടേ ഉള്ളൂ. ഇതെല്ലാം അഴിച്ചിട്ട് നമുക്ക് രണ്ടാമത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ടങ്ങ് തുടങ്ങിയേക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു പാനൽ ഉണ്ടല്ലോ, ഈ ഒരു പാനൽ ഇതേ കണക്കത്തെ ലോക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ലോക്കൊക്കെ നമ്മുടെ ഒരു ടൂൾ ഉണ്ട് കേട്ടോ. അത് ഈ ഒരു സാധനം വെച്ചിട്ട് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് മാറ്റുവാണേ. അപ്പോൾ അത് കട്ട് ചെയ്താൽ മാത്രമേ നമ്മുടെ ആ ഒരു പാനലുമായിട്ട്, നമ്മുടെ കോളിസിൻ്റെ പാനലുമായിട്ട് കറക്റ്റായിട്ട് ഫിറ്റ് ആകത്തുള്ളൂ. അപ്പോൾ ഈ ഒരു മെഷീൻ കൊണ്ട് ചെയ്യണം, സിമ്പിളായിട്ട് നമുക്കിത്. അപ്പോൾ നമ്മുടെ ആൻഡ്രോയിഡ് സ്ക്രീനിൻ്റെ പാനൽ നമ്മൾ ഭംഗിയായിട്ട് തന്നെ ഇതേ കണക്ക് നമ്മുടെ ഈ ഒരു
കോളിസിൻ്റെ ഫൈബർ പാർട്ടിൽ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്നുള്ളത് നമ്മുടെ ഈ ഒരു സ്ഥലത്തേക്ക് നമ്മുടെ ആൻഡ്രോയിഡ് സ്ക്രീൻ നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അത് ആൻഡ്രോയിഡ് സ്ക്രീനിൻ്റെ അകത്ത് നമുക്ക് 4 സ്ക്രൂ വരുന്നുണ്ട് കേട്ടോ. ഇത് 4 സ്ക്രൂ നമുക്ക് ടൈറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയുള്ള സംഭവങ്ങളൊക്കെ നമ്മളിവിടെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കട്ടിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ ആൻഡ്രോയിഡ് സ്ക്രീൻ ഇതിലോട്ടൊന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം. യെസ്, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇതേ കണക്ക് നമ്മുടെ വണ്ടിയിലിരിക്കും. കണ്ടില്ലേ? ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് സ്ക്രൂ ഇടാനുണ്ട് കേട്ടോ. ഒരു 4 സ്ക്രൂ നമുക്ക് ഇതിൻ്റെ പുറകിലായിട്ട് ഇടാം. കേട്ടോ, അത് ഇവിടെ കേട്ടോ 1, ഇവിടെ 2, പിന്നെ ഇവിടെ 3, ഇവിടെ 4 സ്ക്രൂ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടൈറ്റ് ആയിട്ട് നമ്മുടെ ആൻഡ്രോയിഡ് സ്ക്രീൻ ഇരിക്കും. അങ്ങനത്തെ നമ്മുടെ വയറിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ആൻഡ്രോയിഡ് സ്ക്രീൻ സെറ്റ് ചെയ്യാനുള്ള എല്ലാ വയറിങ്ങും ഞാനിവിടെ അതേ വലിച്ചിട്ടിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളാണ് കേട്ടോ. നമ്മൾ വലിയ പാടൊന്നുമില്ല. എന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ സെറ്റ് ചെയ്തതുപോലെ തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല ഇതിൻ്റെ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളെ മൈക്കും കാര്യങ്ങളും എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വണ്ടിക്ക് ഇന്നത്തെ മൈക്ക് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതേ മൈക്ക് ഇത് ഇവിടോട്ട് വലിച്ചു പിടിച്ചിട്ടുണ്ട്. GPS ഇത് ആ മൂലക്കടുത്ത് കാണാൻ പറ്റും, അവിടെ GPS വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നേരെ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ആൻഡ്രോയിഡ് സ്ക്രീൻ നമ്മുടെ ആ ഒരു പാനൽ സെറ്റ് ചെയ്യുക, അതിന് ശേഷം നേരെ കൊണ്ടുവന്ന് ഇവിടെ ഒക്കെ കണക്ടർ കണക്ട് ചെയ്യുക. അപ്പോൾ നമ്മളങ്ങനെ കിഡിലനായിട്ട് നമ്മുടെ കോളിസിൽ ഇതേ നോക്കിക്കേ അടിപൊളിയായിട്ട് നമ്മുടെ ആൻഡ്രോയിഡ് സ്ക്രീനും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നമ്മുടെ ഒരു കമ്പനി ഫിറ്റ്, അതായത് ഒരു OEM ഫിറ്റ് എന്ന രീതിയിലാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതുകൊണ്ടാ കോളിസിനൊക്കെ സ്ക്രീൻ ചെയ്യുമ്പോൾ എല്ലാവരും മേടിക്കുന്ന ഒരു കാര്യമാണ് ഗിയർ വന്ന് തട്ടുമെന്നൊക്കെ ഉണ്ടോ. ഗിയറൊന്നും തട്ടത്തൊന്നുമില്ല. നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ വണ്ടിയിലേക്ക് ആൻഡ്രോയിഡ് സ്ക്രീനൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. എനിക്ക് ഈ ഒരു കോളിസിൽ ഒരു കാരണവശാലും ഈ കാണുന്ന ആൻഡ്രോയിഡ് സ്ക്രീൻ ഫിറ്റ് ചെയ്യേണ്ട എന്നായിരുന്നു. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വണ്ടി ഇത്രയും വലിയൊരു വണ്ടിയായതുകൊണ്ട് തന്നെ നമുക്ക് റിവേഴ്സ് എടുക്കാൻ നേരം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇതുണ്ടോ അതെ, ഇപ്പോൾ നമുക്ക് റിവേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് തന്നെ നമ്മുടെ വണ്ടിയുടെ പുറകുവശം മൊത്തം കാണാൻ പറ്റും. ഒരു HD ക്യാമറയാണ് കേട്ടോ ഇതിൻ്റെ കൂടെ വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് കണ്ടോ അതെ, നല്ല ഒരു ക്വാളിറ്റിയുള്ള ക്യാമറയാണ് ഇതിന് വരുന്നത്. അതുകൊണ്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കാൻ പറ്റും. അത്രയും ക്വാളിറ്റിയുള്ള ഒരു ക്യാമറ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ വണ്ടി പുറകോട്ട് എടുക്കുന്ന സമയത്തൊക്കെ കാണാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു സ്ക്രീൻ വെച്ചത്, അല്ലെങ്കിൽ ഞാൻ ഒരു കാരണവശാലും വെക്കത്തില്ലായിരുന്നു. അപ്പോൾ ഈ കാണുന്നതാണ് ആൻഡ്രോയിഡ് സ്ക്രീൻ. ഈ ഒരു ഐറ്റമാണ് നമ്മുടെ കോളിസിൽ നമ്മൾ ഫിറ്റാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കണ്ട. കൂടാതെ തന്നെ ഈ ഒരു സ്ക്രീൻ നിങ്ങൾക്ക് മേടിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. കൃത്യമായിട്ട് തന്നെ അവർ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കൊറിയർ ചെയ്ത് തരുന്നതാണ്. സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് വീട്ടിലിട്ടുകൊണ്ട് തന്നെ സെറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായി ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. അതുവരെയും സ്മി ഗോവിന്ദ് സൈനിങ് ഔട്ട്.